എല്ലാവർക്കും നമസ്കാരം. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ തായ്മൊഴിപ്പിലികൾ എന്ന പാഠഭാഗമാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. തലക്കെട്ടിൽ നിന്ന് തന്നെ നമ്മുടെ മാതൃഭാഷയിലെ കുറച്ച് ഏടുകളാണ്, കുറച്ച് വരികളാണ്, കവിതാശകലങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യമായി എൻ്റെ ഭാഷ എന്ന വള്ളത്തോളിൻ്റെ കവിതാഭാഗമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷയാണ് മാതൃഭാഷ. അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നതോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു. സ്നേഹത്തിൻ്റെ ഭാഷയായ മാതൃഭാഷ നമുക്ക് എത്രത്തോളം നമ്മുടെ ഹൃദയത്തെ തൊടുന്നു എന്നും എത്രത്തോളം വിജ്ഞാനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സഹായിക്കും എന്നും ആണ് ഈ കവിതാഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. അതായത് ഏതു വേദവും ശാസ്ത്രവും കാവ്യവും ഏതൊരാൾക്കും ഹൃദയത്തിൽ പതിയണമെങ്കിൽ സ്വന്തം ഭാഷയിൽ തന്നെ കേൾക്കണം. നമുക്ക് സ്വന്തം ഭാഷയിൽ കേൾക്കുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും സുഖം മറ്റൊരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ ലഭിക്കുന്നില്ല. ഏത് വേദമാണെങ്കിലും ഏത് ശാസ്ത്രമാണെങ്കിലും കാവ്യമാണെങ്കിലും എല്ലാം സ്വന്തം ഭാഷയിൽ കേൾക്കുമ്പോഴാണ് അത് മനുഷ്യന് ഇമ്പമുള്ളതാവുകയും മനസ്സിൽ പതിയുകയും ചെയ്യുന്നത്. അടുത്തതായി കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ തുള്ളലിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ്. ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ വിവരിക്കുന്നത് ഈ വരികളിലൂടെ. മാധുര്യ ഗുണങ്ങളും അക്ഷരവ്യക്തിയും വേണം, സാധുത്വം പദങ്ങൾക്കും സതതം സംഭവിക്കേണം, ബോധിപ്പിപ്പതിനുള്ള കുശലത്വമതും വേണം, ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം എന്നതാണ് കവിതാഭാഗം. ഈ വരികളിൽ പറയുന്നത് ഭാഷ ഉപയോഗിക്കുമ്പോൾ അക്ഷരവ്യക്തതയോടൊപ്പം ചൊല്ലാനും ചിന്തിക്കാനും പുതിയ കണ്ടെത്തലുകളിൽ എത്താനും സഹായിക്കുന്ന മാധുര്യം ഭാഷയ്ക്കുണ്ടാകണമെന്നാണ് പറയുന്നത്. രസിപ്പിക്കുന്ന ഭാഷയാണ് നമ്മൾ മധുരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. ഏറ്റവും യോജിച്ച അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ വാക്ക് യോജിച്ച സന്ദർഭങ്ങളിൽ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഭാഷയ്ക്ക് സാധുത്വം വരുന്നത്. അത് എഴുതുമ്പോൾ നിത്യവും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും സംഭവിക്കണമെന്നാണ് കവി പറയുന്നത്. വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് പുതിയ അർത്ഥതലങ്ങളിലേക്ക് ഭാഷയെ എത്തിക്കാനുള്ള സാമർഥ്യവും നമുക്ക് വേണം. അറിവും വിവേകവും ഉള്ളവർക്കിടയിൽ കാവ്യഭാഷയോടും മാതൃഭാഷയോടും ബഹുമാനം വളർത്തണം നമ്മുടെ വരികളിലൂടെ. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഭാഷ ഉപയോഗിച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. അടുത്തതായി പാലാ നാരായണൻ നായർ എഴുതിയ അക്ഷരങ്ങൾ എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ്. കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിക്കാൻ പോയ അനുഭവം ഓർത്തെടുക്കുന്നതാണ് ഈ കവിതാഭാഗം. ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിൻ്റെ കിന്നരിത്തലപ്പാവു ചൂടിയ കിനാവുകൾ. ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്കു വരവും പോക്കും, വഴിതെറ്റിയ നേരം പോക്കും, അക്ഷരം വരഞ്ഞെന്നും തേയുന്ന വിരൽത്തുമ്പും, കക്ഷത്തിലിടുക്കിയ തടുക്കും വാറോലയും, ഇടവപ്പേമാരിയെത്തടയാൻ പനയോലക്കുടയും, കുചേലൻ്റെ കുട്ടികളായി ഞങ്ങൾ. ഈ വരികളിൽ കുട്ടിക്കാലത്തിൻ്റെ കസവു തലപ്പാവ് ചൂടിയ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളെക്കുറിച്ചാണ് കവി പറയുന്നത്. ആദ്യാക്ഷരം എഴുതുവാനുള്ള വിദ്യാലയത്തിലേക്കുള്ള വരവും പോക്കും, വഴിതെറ്റിയ അതായത് സ്ഥിരമായി പ്രയോഗിക്കുന്ന ഭാഷയിൽ നിന്ന് മാറി പ്രയോഗിക്കുന്ന നേരം പോക്കുകൾ ആണ് കൂടുതൽ ആസ്വാദ്യകരമാകുന്നത് എന്നാണ് ഈ കവിതയിലെ വരികളിൽ പറയുന്നത്. ഇടവപ്പേമാരിയോടൊപ്പം കുചേലൻ്റെ കുട്ടികൾ, അതായത് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരെക്കുറിച്ചാണ് ഇവിടെ കുചേലൻ്റെ കുട്ടികൾ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ കൂട്ടായ്മയിലൂടെ കഷ്ടപ്പാടുകൾ മറികടന്ന് അക്ഷരത്തെ നുണയാൻ പോകുന്ന കാഴ്ചയാണ്
നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതായി ഒളപ്പമണ്ണയുടെ പഞ്ചവർണ്ണക്കിളി എന്ന കവിതാഭാഗമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഈ കവിതാഭാഗത്ത് നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കിളികളെ ഉപയോഗിച്ച് കവിത പാടിപ്പിക്കുന്ന എഴുത്ത് രീതിയാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് അദ്ദേഹം തന്ന മധുരമായ മലയാളത്തെക്കുറിച്ചും കൂടിയാണ് ഈ കവിതാഭാഗത്ത് ഒളപ്പമണ്ണ പറയുന്നത്. മലയാളത്തിന് മാധുര്യവും സൗന്ദര്യവും നൽകിയ പല നിറത്തിലുള്ള കിളിയാണ് പഞ്ചവർണ്ണക്കിളി എന്നാണ് ഒളപ്പമണ്ണ ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ കിളികളെ കൊണ്ട് പാട്ടുപാടിക്കുന്ന രീതിയിലുള്ള എഴുത്തിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒളപ്പമണ്ണയുടെ കവിതയിൽ പഞ്ചവർണ്ണക്കിളിയായി വർണ്ണിക്കുന്നത് കവിതയെയാണ്. പച്ചച്ചിറകും മഴവില്ലിൻ്റെ കഴുത്തും കവിതയുടെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു. മലയാള കവിതയാകുന്ന പഞ്ചവർണ്ണക്കിളിയെ കവി തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരക്കൊമ്പത്താണ് ഇരുത്തിയിരിക്കുന്നത്. തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരം പോലും ആ കിളിയുടെ കണ്ഠത്തിൽ നിന്ന് വരുന്ന കാരുണ്യം നിറഞ്ഞ അമൃത് പോലുള്ള ഭാഷയാൽ മധുരിക്കുന്നു. ആ ഭാഷയാകുന്ന ഗംഗയാൽ മധുരിക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. പഞ്ചവർണ്ണക്കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയുടെ വ്യത്യസ്ത ഭാവങ്ങൾ, അതായത് ഭക്തി, കാരുണ്യം, പ്രണയം, വിരഹം തുടങ്ങിയവ വ്യത്യസ്ത താളങ്ങളും ഭാവനകളും ഉൾക്കൊള്ളുന്നതാണ്. ഇവയാണ് മലയാള കവിതയെ മധുരമുള്ളതാക്കി മാറ്റുന്നത്. കവിതയാകുന്ന പഞ്ചവർണ്ണക്കിളി ഭാഷയാകുന്ന ഫലവും തേനും ആസ്വദിച്ച് ഭാവനാകാശത്തിലൂടെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഒളപ്പമണ്ണ നമ്മുടെ മധുരമായ മലയാളത്തെ പഞ്ചവർണ്ണക്കിളി എന്ന കവിതാഭാഗത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്.